ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുന്നണി മാറ്റം വേണമെന്ന് സിപിഐ ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നു. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ല. സിപിഐയുടെ 4 മന്ത്രിമാരും പരാജയമാണ്. കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടായില്ല. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിലും ജില്ലാ കൗൺസിലിൽ വിമർശനമുയർന്നിട്ടുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവിധ ജില്ലകളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനം, സർക്കാരിനെതിരെ, സ്വന്തം മന്ത്രിമാർക്കെതിരെ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം നമുക്ക് മുമ്പിലുണ്ട്. ഇടുക്കിയിൽ അല്പം കൂടി കടന്ന് മുന്നണി മാറ്റം വേണം എന്നുള്ള ആവശ്യം അംഗങ്ങൾ ഉയർത്തുന്നു. വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണി മാറ്റം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്ന സമയത്തും അതിലൊരു വിശദീകരണം പോലെ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം എന്തെന്നാൽ, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ആ ഒരു ധാരണയിൽ മത്സരിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ CPIക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നേനെ എന്നതാണ് ഏറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ CPI കൗൺസിലിൽ ഈ അംഗങ്ങൾ പ്രധാനമായും പറഞ്ഞ കാര്യമെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, LDF-ൽ നിന്നതുകൊണ്ട് കൂടുതൽ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല, ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടായത്. മാത്രമല്ല, സർക്കാരിന്റെ അല്ലെങ്കിൽ CPI മന്ത്രിമാരുടെ പ്രവർത്തനം ഉൾപ്പെടെ വലിയ തരത്തിൽ മോശമാണ്, 4 മന്ത്രിമാരും തികഞ്ഞ പരാജയമാണെന്നുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നു. സ്വന്തം വകുപ്പുകൾക്ക് വേണ്ട പണം പോലും ധനവകുപ്പിൽ നിന്ന് മേടിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇടുക്കിയിലെ തോൽവിയുടെ കാരണവും CPI മന്ത്രിമാരുടെ പ്രകടനം തന്നെയാണ്. റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലിൽ പിന്നോട്ട് പോയി, അതാണ് ഇത്തരമൊരു വലിയ തോൽവിക്ക് കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇടുക്കിയിൽ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ LDF-ൽ തന്നെ CPI മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, 2021 പാലാ തെരഞ്ഞെടുപ്പിൽ പോലും കേരള കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം LDF-ൽ CPIM നൽകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാജ്യസഭാ സീറ്റിന്റെ കാര്യമാണ്. PP സുനീറിന് സീറ്റ് നൽകിയതിൽ വലിയ തരത്തിലുള്ള വിമർശനം അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആനി രാജയ്ക്ക് ആ സീറ്റ് കൊടുക്കണമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് വിമർശനത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്തായാലും നിലവിൽ മുന്നണി മാറുന്ന കാര്യത്തിൽ മുന്നണി മാറ്റം LDF ഇടണം എന്നുള്ളൊരു തീരുമാനമല്ല അവർ പറഞ്ഞത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ കേരളത്തിലും അത്തരമൊരു ധാരണ ഉണ്ടാക്കിയ ശേഷമായിരിക്കണം മത്സരിക്കേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ CPIക്കും കൂടുതൽ സീറ്റ് കരസ്ഥമാക്കാൻ നേടാൻ കഴിഞ്ഞേനെ, വിജയിക്കാൻ കഴിഞ്ഞേനെ എന്ന തരത്തിലാണ് പറഞ്ഞതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. റീജിത്ത്. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കി ജില്ലാ കൗൺസിലിലും രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ, സ്വന്തം മന്ത്രിമാർക്കെതിരെയൊക്കെ ഉയർന്നു വരികയാണ്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.